ചൈനയിൽ കണ്ടെത്തിയ HMPV വൈറസ് ഇന്ത്യയിലും സ്ഥിരീകരിച്ചു. 8 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ കേസാണ് ബംഗളൂരുവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നിത നാരായണൻ ചേരുന്നുണ്ട്. നിത, ഈ നിലവിൽ ഈ കുട്ടിയുടെ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? കുട്ടി ഇപ്പോൾ ആശുപത്രിയിലാണോ? എങ്ങനെയാണ്? മേഘ സൂചിപ്പിച്ചതുപോലെ തന്നെ HMPVയുടെ ഇന്ത്യയിലെ ആദ്യത്തെ കേസാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂരിലുള്ള 8 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് ഇപ്പോൾ നിലവിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ കുഞ്ഞിന് പക്ഷേ യാത്രാ പശ്ചാത്തലമൊന്നുമില്ല, അതായത് വിദേശത്ത് പോയതായിട്ടുള്ള സൂചനകളൊന്നും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. നിലവിൽ ഇപ്പോൾ കുഞ്ഞിൻ്റെ ആരോഗ്യം തൃപ്തികരമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. 8 മാസം പ്രായമുള്ളൊരു കുഞ്ഞിനാണ് ഇപ്പോൾ നിലവിൽ ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇത് വിദേശ യാത്രകൾ ചെയ്തതായിട്ടുള്ള ഒരു പശ്ചാത്തലവുമില്ല. കുട്ടിയുടെ കുടുംബത്തിലുള്ള ആർക്കുമായി ഈ രോഗം കണ്ടെത്തിയിട്ടില്ല. കടുത്ത പനിയെ തുടർന്ന് കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്നുള്ള പരിശോധനയിലാണ് ഈ HMPV എന്ന രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ചൈനയിൽ കോവിഡിന് ശേഷം വലിയൊരു വൈറസ് വ്യാപിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ടുണ്ടായിരുന്നു. HMPV ഇന്ത്യയിലേക്ക് ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ബംഗളൂരുവിലാണ് 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിലാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. കേരളത്തിലും ഇതിനു മുൻപ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടക്കുകയാണെന്നും ജാഗ്രത പാലിക്കണമെന്നും തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നു. ഇപ്പോൾ എന്തായാലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്ത്യയിലും HMPV സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. അത് 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് എന്നുള്ളതാണ്. ചൈനയിലാണ് ഈ രോഗം ആദ്യം സ്ഥിരീകരിച്ചത്. അതും 2001 ഇത്തരത്തിലുള്ളൊരു രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന് ഒരു യാത്രാ പശ്ചാത്തലം ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഈ രോഗം സ്ഥിരീകരിച്ചത് എന്നുള്ള കാര്യമാണ് ഇനി കണ്ടെത്തേണ്ടത്. നിലവിൽ ഒരു പരിശോധനാ ഫലം ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ സ്വകാര്യ പരിശോധനാ ലാബിൽ നടത്തിയ റിപ്പോർട്ടിലാണ് ഇപ്പോൾ കുഞ്ഞിന് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കടുത്ത പനിയും തലവേദനയും തുടങ്ങിയ രോഗലക്ഷണങ്ങളാണ് ഈ HMPVക്കുള്ളത്. അത് ചില സമയങ്ങളിൽ ചിലർക്ക് അത് കോവിഡിന് സമാന്തരമായിട്ടുള്ള ഒരു രോഗലക്ഷണങ്ങളും കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ളൊരു ഭീഷണി നിലനിൽക്കുന്നത്. ചൈനയിൽ വലിയ രീതിയിൽ ആശുപത്രിയിലെല്ലാം നിറഞ്ഞിട്ടുണ്ട്. ഒരുപാട് രോഗികൾ ചികിത്സയിൽ തുടരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു സ്ഥിരീകരണമില്ല. ചൈനയുടെ ഭാഗത്തു നിന്നുള്ളൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഒരു കോവിഡിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. കോവിഡ് ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട നിലവിലൊരു ചികിത്സയുടെ ഒരു പ്രോട്ടോകോൾ എങ്ങനെയാണ്? ഇനിയും ഐസൊലേഷൻ മറ്റും നടപടിയിലേക്കാണോ കടക്കുക? എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോട്ടോകോൾ? മേഘ, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പനിയുടെ ലക്ഷണങ്ങൾ തന്നെയാണ് ഈ രോഗത്തിനുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകമായൊരു ചികിത്സ അല്ലെങ്കിൽ ഇതിന് പ്രത്യേകമായിട്ടൊരു വാക്സിൻ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ പനിയുടെ രോഗലക്ഷണങ്ങളുള്ള പനിയുമായി ബന്ധപ്പെട്ട ചികിത്സ തന്നെയാണ് നിലവിലിപ്പോൾ നൽകുന്നത്. എന്തായാലും ഐസൊലേഷൻ പോലുള്ള കാര്യങ്ങളിലേക്കൊന്നും നിലവിലിപ്പോൾ കടന്നിട്ടില്ല. എന്തായാലും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിട്ടിരുന്നു. അതായത് പുറത്തുനിന്ന് വരുന്ന ആളുകളെ, പനിയുമായി രോഗബാധയായി വരുന്ന ആളുകളെ പ്രത്യേകം നിരീക്ഷിക്കുമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊന്നുള്ള ഒരു റിപ്പോർട്ടിലേക്കും പോയിട്ടില്ല. എന്തായാലും ഈ 8 മാസം പ്രായമുള്ള കുഞ്ഞിന് എങ്ങനെ ഈ രോഗം വന്നു അല്ലെങ്കിൽ എങ്ങനെ രോഗം ബാധിച്ചു എന്നുള്ള കാര്യം ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിനുശേഷം മാത്രമേ കൂടുതൽ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇനി ആരോഗ്യവകുപ്പ് ഇതിനെ കാണുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറിൽ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ പനിയുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ തന്നെയാണ് ഈ HMPVക്ക് ഉള്ളത്. 2001 ഈ രോഗം ആദ്യമായി സ്ഥിരീകരിക്കുന്നത്. ഇത് കൂടുതലായും കുഞ്ഞുങ്ങളിൽ, അതുപോലെ തന്നെ ഗർഭിണികൾ, പ്രായമായവരിൽ, മറ്റു രോഗമുള്ളവർ, ഈ കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഈ രോഗം കൂടുതലായും ബാധിക്കുക. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ എല്ലാം മാസ്ക് ധരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം, അത് ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ഭയപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആരോഗ്യ മന്ത്രാലയം കൂടുതൽ നിയന്ത്രണങ്ങളൊന്നും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട്. എന്തായാലും നിരീക്ഷിച്ചു വരികയാണ്. കുഞ്ഞിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ചൈനയിൽ കണ്ടെത്തിയ HMPV വൈറസ് ഇന്ത്യയിലും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിത നാരായണൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.